CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാവും. തളിപ്പറമ്പിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് 3 ദിവസങ്ങളിലായി സമ്മേളനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര സംസ്ഥാന നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അംഗബലം കൊണ്ടും സംഘടനാശേഷി കൊണ്ടും CPIMന്റെ ഏറ്റവും വലിയ ജില്ലാ ഘടകമാണ് കണ്ണൂരിലേത്. 65,550 പാർട്ടി അംഗങ്ങൾ CPIMന് കണ്ണൂരിലുണ്ട്. വർഗ ബഹുജന സംഘടനകളിലായി 30 ലക്ഷം പേർ അംഗങ്ങളാണ്. പുറമെ കണ്ണൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 LDF MLAമാർ, 2 ജയം 1,00,000-ലധികം വോട്ട് നേടിയും. ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടതു ഭരണം തന്നെ. കണ്ണൂർ CPIM ശക്തി കേന്ദ്രമെന്ന് ആവർത്തിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പാർട്ടിയെ അമ്പരപ്പിച്ചതാണ്. പാർട്ടി കേന്ദ്രങ്ങളിലെ BJP വോട്ട് വർധനയും സമ്മേളനത്തിൽ ഗൗരവ പരിശോധന നടത്തേണ്ടി വരും. രാഷ്ട്രീയ സംഘടന ഭരണപരമായ വിലയിരുത്തൽ കൂടിയാണ് സമ്മേളനമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. പെൻഷൻ സമയത്തിന് കൊടുക്കാൻ കഴിയാത്തത്, അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. അവരുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരായി കോടതിയിൽ പോയി. കോടതി അവസാനം കടം വാങ്ങാൻ അനുമതി നൽകി. ആ ഉത്തരവ് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നാട്ടുകാരെ പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? രാഷ്ട്രീയമായി, ഭരണപരമായി, സംഘടനാപരമായി തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുകയാണ്. തുടർഭരണത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയോടൊപ്പം EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയും ആത്മകഥാ വിവാദവും ADM നവീൻ ബാബുവിന്റെ മരണവും മനു തോമസ് ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളും നേതാക്കളുടെ ബിനാമി സ്വത്ത് സമ്പാദനവുമെല്ലാം സമ്മേളനത്തിൽ ഗൗരവമുള്ള ചർച്ചയാകും. പുറമേ കാണാത്ത നേതാക്കൾ തമ്മിലുള്ള പരസ്പര മത്സരത്തിന്റെ സമ്മേളന കാലം കൂടിയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസവും സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. സ്വന്തം ജില്ലയിൽ നിന്നും സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ സാന്നിധ്യം ഗുണം ചെയ്യും. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മാറുമോ എന്നതാണ് മറ്റൊരു പ്രധാന കൗതുകം. പാർട്ടി ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത്, അന്ന് പാർട്ടി എന്നോട് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് പണിയെടുക്കണം. അതേ പാർട്ടി പറഞ്ഞ് കണ്ണൂർ വരണം, കണ്ണൂർ വന്നു. ഇനി ഇവിടുന്ന് മാറണമെന്ന് പാർട്ടി പറഞ്ഞാൽ മാറും. അത്ര തന്നെ. ഇതെന്താ, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാലും പ്രവർത്തിക്കും. ഒരു ടേം മാത്രം പൂർത്തിയാക്കിയ ജയരാജൻ മാറേണ്ട സാഹചര്യം നിലവിലില്ല. എന്നാൽ MV ജയരാജൻ മാറിയാൽ TV രാജേഷിനാണ് കൂടുതൽ സാധ്യത. KK രാഗേഷിനും സാധ്യതയുണ്ട്. ഫെബ്രുവരി 3 വളണ്ടിയർ മാർച്ചോടെയാണ് സമ്മേളനം സമാപിക്കുക. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനായി തളിപ്പറമ്പ് ചുവപ്പണിഞ്ഞു കഴിഞ്ഞു. രാജ്യത്ത് തന്നെ CPIMന് ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളും പാർട്ടി ബ്രാഞ്ചുകളുമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ അർത്ഥത്തിൽ രാജ്യം ശ്രദ്ധിക്കുന്ന CPIMന്റെ സമ്മേളനം കൂടിയാണ് കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.